പുതിയൊരു തലമുറ വിവാഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. വലിയൊരു കമ്മ്യൂണിറ്റി പേടിയാണ് എല്ലാവർക്കും വിവാഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പേടി? മാതൃകകളില്ല. 100 കല്യാണത്തിൽ 20 എണ്ണം ഡിവേഴ്സ് ആവാണ്. അതിന്റെ അർത്ഥം ബാക്കിയുള്ള 80 ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെന്നല്ല. ഈ 5% ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും തൻ്റെ ഇടമുള്ളതുകൊണ്ടും ഇത് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായപ്പോൾ തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവർ ഡിവേഴ്സായിട്ട് പോന്നു. എന്നേക്കാൾ വാല്യൂ ഉള്ള ഒരാളെ കാണുമ്പോൾ അയാളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ചിന്ത എത്രത്തോളം ചെറുതാവുന്നോ. സ്നേഹം കൊണ്ടല്ലേ? സ്നേഹം കൊണ്ടല്ലത്. സ്നേഹം അത് നമ്മൾ സ്നേഹം തെറ്റിദ്ധരിക്കാം. നമുക്കൊരാളോട് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അയാൾ വേറൊരാളോട് മിണ്ടിയാൽ നമുക്ക് എന്താണ് പ്രശ്നം? അത് സ്നേഹമല്ല സുഹൃത്തെ. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ ആരോട് മിണ്ടിയാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. കണ്ടീഷൻ ലവ് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും വേറൊരു കുഞ്ഞിനെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബഹളം വെക്കും. അന്ന് നമുക്കറിയില്ല, നമുക്ക് ഈ പോസസീവ്നെസ് അറിയില്ല, കണ്ടീഷൻ ലവ് അറിയില്ല, അൺകണ്ടീഷൻ ലവ് അറിയില്ല. നമുക്ക് നമ്മുടെ അമ്മയാണത്, നമ്മുടെ അമ്മയോടുള്ള സ്നേഹമാണത്. അതുകൊണ്ടാണ് നമ്മൾ ബഹളം വെക്കുന്നത്. അത് സ്നേഹം കൊണ്ടല്ലേ? അല്ല, അത് എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നാണ്. അത് സ്നേഹം കൊണ്ടല്ല. പല മാനസികമായ പ്രശ്നങ്ങൾക്കും കാരണമാണ്. അതിന് അദ്ദേഹം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം കൊണ്ടുവന്നിരുന്നു. അത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വരുന്നൊരു തലമുറ ചിലപ്പോൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിരിക്കാം ആ ആശയത്തോട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഓഷോ ഒരു 10 അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് വന്നു പോയ ഒരാളാണ്. അതായത് കാലഘട്ടത്തിൻ്റെ മുമ്പ് സഞ്ചരിച്ചു പോയ ഒരാൾ. ഒരുപക്ഷെ വരുന്നൊരു കാലഘട്ടത്തിലാണ് ഓഷോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓഷോന് ഫോളോവേഴ്സ് ഒരുപാട് കൂടിയായിരുന്നു. ഒരുപാട് ലൈക്കും ഷെയറും ഓഷോന്റെ പുസ്തകങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം ഓഷോന്റെ ആ ആശയത്തെ ലോകം സ്വീകരിച്ചു തുടങ്ങി. അപ്പൊ അന്ന് മുതലേ മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റി ഫീൽ എന്നാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായത്. ഈവൻ പൊസസീവ്നെസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ. ഹായ് ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പുകൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്ന ഈ കാലത്ത് നമുക്ക് കുറച്ചു നേരം റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിച്ചാലോ? ഇന്ന് എനിക്കൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ആയ ശ്രീനാഥ് കാര്യായിട്ടാണ്. നമസ്കാരം ജി. നമസ്കാരം ശ്രീനാഥ് ജി. നമ്മൾ പൊതുവെ പറയുന്നത് റിലേഷൻഷിപ്പുകളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്, ആർക്കും കല്യാണം കഴിക്കൊന്നും വേണ്ട, ഒരു റിലേഷൻഷിപ്പ് ഒന്നും ആർക്കും മതിയാവുന്നില്ല, മൊത്തത്തിലൊരു എന്താ പറയാ പ്രേമം അല്ലെങ്കിൽ പ്രണയത്തിനെയൊക്കെ പേടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? റിലേഷൻഷിപ്പ് അല്ല കോംപ്ലിക്കേറ്റഡ്. ശരിക്കും റിലേഷൻഷിപ്പിലുള്ള നിർബന്ധങ്ങളാണ് കോംപ്ലിക്കേറ്റഡ്. പലപ്പോഴും വരുന്ന ഒരു വില്ലൻ പൊസസീവ്നെസ് ആണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേറൊരാൾ ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റൊരാൾ ഇഷ്ടപ്പെടരുത്. ഇത് എനിക്ക് മാത്രമുള്ളതാണ്, എൻ്റേത് മാത്രമാണ്. എന്നോട് സംസാരിക്കുന്ന ആൾ എന്നോട് മാത്രമേ സംസാരിക്കാവൂ. എന്നേക്കാൾ വാല്യൂ ഉള്ള ഒരാളെ കാണുമ്പോൾ അയാളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ചിന്ത എത്രത്തോളം ചെറുതാവുന്നോ. സ്നേഹം കൊണ്ടല്ലേ? സ്നേഹം കൊണ്ടല്ലത്. സ്നേഹം അത് നമ്മൾ സ്നേഹം തെറ്റിദ്ധരിക്കാം. നമുക്കൊരാളോട് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അയാൾ വേറൊരാളോട് മിണ്ടിയാൽ നമുക്ക് എന്താണ് പ്രശ്നം? അത് സ്നേഹമല്ല സുഹൃത്തെ. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ ആരോട് മിണ്ടിയാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങൾ അയാളിന്ന് സ്നേഹം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് അതിന്. നിങ്ങൾക്ക് അയാളോടുള്ളത് സ്നേഹമല്ല, പൊസസീവ്നെസ് ആണ്, കണ്ടീഷൻ ലവ് ആണത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലാണ്. ഞാൻ പറയട്ടെ, നമ്മള് കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത്, വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ലവിനെ കുറിച്ചിട്ടോ ഈ കണ്ടീഷൻ ലവ് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും വേറൊരു കുഞ്ഞിനെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബഹളം വെക്കും. അന്ന് നമുക്കറിയില്ല, നമുക്ക് ഈ പോസസീവ്നെസ് അറിയില്ല, കണ്ടീഷൻ ലവ് അറിയില്ല, അൺകണ്ടീഷൻ ലവ് അറിയില്ല. നമുക്ക് നമ്മുടെ അമ്മയാണത്, നമ്മുടെ അമ്മയോടുള്ള സ്നേഹമാണത്. അതുകൊണ്ടാണ് നമ്മൾ ബഹളം വെക്കുന്നത്. അത് സ്നേഹം കൊണ്ടല്ലേ? അല്ല, അത് എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നാണ്. അത് സ്നേഹം കൊണ്ടല്ല. കാരണം നമുക്കൊരു പൂവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് സ്നേഹമാണ്. അതിന് പൂവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതിൽ നമുക്കത് എനിക്ക് ആവണം എന്നില്ല, അത് വേറെ ആരെങ്കിലും ആ പൂവിനെ സ്നേഹിക്കരുതെന്നില്ല, ആ പൂവിനെ വേറെ ആരും കാണരുതെന്നില്ല. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഇൻസെക്യൂരിറ്റി ഫീൽ എന്നാണ്. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ വേറൊരു കുട്ടിയെ കാണുമ്പോൾ എൻ്റെ സെക്യൂരിറ്റി കുറഞ്ഞു പോവോ എന്നുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്താണ് കുട്ടികൾക്ക് ആ വാശി ഉണ്ടാവുന്നത്. അല്ലാണ്ട് അതോടെ സ്നേഹമല്ല വിഷയം. അപ്പൊ അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത് എന്ന് വെച്ചാൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. എനിക്ക് എന്തൊക്കെയോ ഇത് മനുഷ്യന് ഇന്നലെ തുടങ്ങിയല്ല. ഈ അനാദികാലം മുതൽ അല്ലെങ്കിൽ മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, പണ്ട് മനുഷ്യൻ ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അതായത് മനുഷ്യൻ ഇങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതി ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് മറ്റ് ജീവികളെ പോലെ തന്നെ മറ്റ് ജീവികളെ പോലെ തന്നെ അവന് ശരീരത്തിൻ്റെ ഒരു നീഡായിരുന്നു സെക്സൊക്കെ. അതിൽ നടക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് അച്ഛൻ എന്ന ആളാണ് എന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികൾ സമൂഹമായിട്ട് വളരുന്നു, കുട്ടികൾ എല്ലാവരും കൂടിയായിട്ട് വളരുന്നു. അങ്ങനെയൊക്കെയാണ് വളർന്നിരുന്നത്. പിന്നീട് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ കുടുംബ സങ്കല്പങ്ങളിലേക്ക് കുറച്ചുകൂടി നമ്മൾ സ്ട്രോങ് ആയി. അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ
ഇയാൾ നാളെ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്നെ ഉപേക്ഷിച്ച് പോകും. അപ്പം എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം എനിക്ക് കുട്ടീനെ നോക്കണം, ഞാൻ വീട്ടിലിരിക്കണം. അപ്പം വീട്ടിലിരിക്കുന്ന കുട്ടിയെ, കാരണം മനുഷ്യൻ്റെ ഇൻഫൻസ് പീരീഡ് 10 കൊല്ലാണ്. ലോകത്ത് മറ്റൊരു ജീവിക്കും ഇത്ര വലിയ ഇൻഫൻസ് പീരീഡ് ഇല്ല. മനുഷ്യനാണ് 15 വയസ്സായ കുട്ടീനെ നോക്കാൻ അച്ഛനും അമ്മയും വേണമെന്നുള്ള ഒരവസ്ഥ നമുക്കുണ്ട്. ഇന്ന് ഇവരെ അതൊന്നും അല്ല, ഇന്നിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് വരെ അണ്ടർവെയർ അലക്കി കൊടുക്കുന്ന അമ്മയാണ്. കാരണം അവനെ ഉത്തരവാദിത്തം ഇല്ലാതാക്കുന്നതും ഈ രക്ഷിതാക്കർത്തൃത്വം കൊണ്ട് കൊഞ്ചിച്ച് വഷളാക്കുന്നതാണ്. മറ്റേ ഏതെങ്കിലും ഒരു പശു ഉണ്ടോ, പശു 5 കൊല്ലമായിട്ട് പശുവിൻ്റെ കുട്ടീനെ നോക്കുക, അല്ലെങ്കിൽ ഒരു പൂച്ച 3 വർഷമായിട്ട് കുട്ടീനെ കൊണ്ട് അങ്ങനെ കൊണ്ടുനടക്കണ്ട. 1-2 ആഴ്ച, അത് കഴിഞ്ഞാൽ പൂച്ച വഴിക്ക് കുട്ടീനെ വഴിക്കുകയാണ്. സ്വതന്ത്രമാണ്. മനുഷ്യൻ്റെ ഇൻഫൻസ് പീരീഡ് വളരെ വലുതായതുകൊണ്ട് അവന് അമ്മ വേണം. അപ്പം അമ്മ അവൻ്റെ കൂടെ സ്ഥിരമായി നോക്കണമെങ്കിൽ അച്ഛൻ പോയി വരണം, അല്ലെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി വേണം. അതിനു വേണ്ടിയാണ് പിന്നീട് കുടുംബസങ്കല്പത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ സത്യത്തിൽ ആ കുടുംബസങ്കല്പം മുതൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് വിഷയങ്ങളുണ്ട്. കാരണം ഇത് എൻ്റെ കുടുംബമാണ്, ഇയാൾ വേറെ എവിടേക്കും പോകരുത്, ഇവളെ വേറെ എവിടേക്കും പോകരുത്, ഇത് എൻ്റേതാണ് എന്നുള്ളൊരു ഒരു സർക്കിളിലേക്ക് വന്ന സമയത്ത് അന്ന് മുതൽ നമുക്ക് സ്ട്രെസ്സുകൾ ഉണ്ട്. ശരിക്കും ഓഷോ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുടുംബം എന്നുള്ളൊരു ഒരു ഒരു സ്ട്രക്ചർ നമ്മളെ ഇടയിലുണ്ടായത് പല മാനസികമായ പ്രശ്നങ്ങൾക്കും കാരണമാണ്. അതിന് അദ്ദേഹം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം കൊണ്ടുവന്നിരുന്നു. അത് ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ വരുന്നൊരു തലമുറ ചിലപ്പോൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിരിക്കാം ആ ആശയത്തോട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഓഷോ ഒരു 10 അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് വന്നു പോയ ഒരാളാണ്. അതായത് കാലഘട്ടത്തിൻ്റെ മുമ്പ് സഞ്ചരിച്ചു പോയ ഒരാൾ. അയാൾ ഒരുപക്ഷെ വരുന്നൊരു കാലഘട്ടത്തിലാണ് ഓഷോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓഷോന് ഫോളോവേഴ്സ് ഒരുപാട് കൂടിയായിരുന്നു. ഒരുപാട് ലൈക്കും ഷെയറും ഓഷോന്റെ പുസ്തകങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം ഓഷോന്റെ ആ ആശയത്തെ ലോകം സ്വീകരിച്ചു തുടങ്ങി. അപ്പം അന്ന് മുതലേ മനുഷ്യന്റെ ഇൻസെക്യൂരിറ്റി ഫീൽ എന്നാണ് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായത്. ഈവൻ പൊസസീവ്നെസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലൻ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ പൊസസീവ്നെസ്സിനെ സ്നേഹിക്കുന്നവരുണ്ട്. നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇപ്പൊ എനിക്കൊരു കാമുകൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ എന്റെ കാമുകൻ എന്നോട് പറയാണ്, ഇടാതെ അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ നീ അവനോട് അത്ര മിണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം അവനുള്ളൊരു കുശുമ്പ് കൊണ്ടാണ് അവനതാ പറഞ്ഞു വെക്കുന്നത്, നമുക്കറിയാം. അത് നമുക്ക് തരുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊസസീവ്നെസ്സിനെ നമുക്കൊരു വില്ലനാക്കി വെക്കാൻ പറ്റുമോ? അല്ല, ഈ പൊസസീവ്നെസ് വില്ലനാണ് എന്നല്ല. ഇത് എൻ്റേത് മാത്രമാണ്, എനിക്കുള്ളത് മാത്രമാണ്. മറ്റൊക്കെ ഇന്ന് പത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. പ്രണയം നിഷേധിച്ചതിന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നൊക്കെയുള്ള വാർത്ത കാണുന്നത്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ നിഷേധിക്കപ്പെടുക. എനിക്ക് ഇച്ഛാഭംഗം എന്നാണ് മലയാളത്തിൽ പറയാം. എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച്, എനിക്ക് സാധനം കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചൊരു സാധനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തരുന്നില്ല, അതെനിക്കുള്ളതല്ല എന്നറിയുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് എന്താ പെരുമാറേണ്ടതെന്ന് അറിയാണ്ട് പെരുമാറുന്നത്. മനുഷ്യനല്ലാതായി തീർന്നൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു കൃത്യമായ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്, മനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബോധത്തിന് വികാസം ഇല്ലാത്തതുകൊണ്ട്, മനുഷ്യൻ കുറച്ചുകൂടി വലുതാവാത്തതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മറ്റ് ജീവികളെ ഒരുപാട് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളത്തോളം അപകടകാരികളല്ല മറ്റ് ജീവജാലങ്ങൾ. അവർ കുറച്ചുകൂടി ലൈവിൽ അല്ലെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ നഷ്ടബോധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിഷമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നും അവരില്ല. നമ്മൾ പലപ്പോഴും ഈ പറയുന്ന നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ നമുക്ക് കിട്ടാതെ പോയതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അതിൽ നിന്ന് രോഷം കൊള്ളുകയും അതിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് മനുഷ്യനൊരു വികാസമില്ലായ്മ, അല്ലെങ്കിൽ ലോകത്ത് ചൊവ്വയിലേക്ക് വരെ പോയി ചന്ദ്രനിലേക്കൊക്കെ പോയി എന്ന് പറയുന്ന മനുഷ്യന് ബുദ്ധിപരമായി അത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമോഷണലി അത്രയൊരു സ്വീകാര്യത ലോകത്തെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കൃത്യമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുട്ടികൾ ചെറുതാകുമ്പോഴേ ഈ വിഷയത്തിൽ കൃത്യമായ ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടണം. കാരണം എൻ്റെ ഭാര്യ, അവളെ എല്ലാ നന്മയെയും എനിക്ക് സ്വീകരിക്കാൻ പറ്റണം. അതേസമയത്ത് അവളെ മറ്റൊരു വ്യക്തിയായി തന്നെ പരിഗണിക്കാനും സാധിക്കണം. കാരണം ഇന്ന് പുതിയൊരു തലമുറ വിവാഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് വലിയൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു എല്ലാവർക്കും വിവാഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പേടി? മാതൃകകളില്ല. ഞാൻ അമേരിക്കയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അമേരിക്കയിലെ ഒരു കുട്ടി, അവളെ അച്ഛനും അമ്മയും വലിയ റിച്ചാണ്. അവർ പറയുന്നത് എൻ്റെ മോള് കല്യാണം വേണ്ടാന്നാണ് പറയുന്നത്, മോളും മോനും കല്യാണം വേണ്ടാന്ന് പറയുന്നു. തിരുവനന്തപുരത്തുള്ള വളരെ വലിയൊരു ഫാമിലി ഉണ്ട്, മോളും മോനും കല്യാണം വേണ്ടാന്ന് പറയുന്നു.
അങ്ങനെ ഒരുപാട് പേര് എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തിനാ? അവരുടെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒറ്റ ചോദ്യമുള്ളൂ, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി കല്യാണം കഴിച്ചാണ്. അവരുടെ ജീവിതം ഞാൻ കാണുന്നുണ്ട്, ഞങ്ങളെ മാതൃക ഞങ്ങൾ കാണുന്നതാണ്. ചുറ്റിലും കുറേ ഫാമിലി ഉണ്ട്, ഞങ്ങൾ ഇവരൊന്നും ഹാപ്പി അല്ല, ഇവരുടെ ജീവിതത്തിൽ നിരന്തരം ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നു. ഈ മാതൃകകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കല് ഇതുപോലെ അല്ല ലൈഫ് എന്നുള്ള ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. ഈ സാധനം ഇതിപ്പോൾ എന്തിനാണ് ഞങ്ങളെ ലൈഫ് കൂടി ഇതുപോലെ സ്പോയിൽ ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്ന് നല്ല മാതൃകകളില്ല, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മാതൃകാ ദമ്പതികളായിട്ട് ജീവിച്ചു എന്ന് പുറത്ത് നമുക്ക് തോന്നുന്ന ആൾക്കാരുടെ ഫാമിലി പോലും പലപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഫാമിലി ലൈഫ് മനുഷ്യൻ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ഫാമിലി ലൈഫിനെ ഏറ്റവും മനോഹരമാക്കി കൊണ്ടുപോകുക എന്നുള്ള. അവിടെ കണ്ടീഷൻസ് ഉണ്ടാവരുത്, എന്നാൽ അണ്ടർസ്റ്റാൻഡിങ് വേണമായിരുന്നു. നമുക്കൊരു മനസ്സിലാക്കുകൾ വേണം. അത് പിടിച്ചെടുക്കലല്ല, അത് വിട്ടുകൊടുക്കലാണ്. നമുക്ക് തരികയാണ് വേണ്ടത്, നമ്മൾ പിടിച്ചു വാങ്ങല്ല വേണ്ടത്. അവിടെ അതൊരു കെമിസ്ട്രി വർക്ക് ചെയ്യലാണ്. അത് ചുരുക്കം ഫാമിലികളിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഹൈക്കോടതി നമുക്കറിയാലോ, ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ആരും മനസ്സിന്റെ പൊരുത്തങ്ങൾ നോക്കിയിട്ടല്ല, ജാതക പൊരുത്തങ്ങൾ അല്ലെങ്കിൽ ദോഷം, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള കാര്യങ്ങൾ, ജാതി ഉപജാതി അങ്ങനെയാണ് നോക്കി പോകുന്നത്. ആരും അവിടെ ഒരു മെന്റൽ കണക്ഷൻ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര തോന്നെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക്. അല്ല, ഇന്ന് നമ്മൾക്ക് കുറച്ചും കൂടി ഓപ്പൺ ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പണ്ട് പലപ്പോഴും ഹൈക്കോടതി റീസെൻ്റ്ലി പറഞ്ഞു 5 വിവാഹം ഡിവേഴ്സ് ആവുകയാണ്, 100 കല്യാണത്തിൽ 20 ഡിവേഴ്സ് ആവുകയാണ്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 80 ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെന്നല്ല. ഈ 5% ആൾക്കാർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും തൻ്റെ ഉള്ളതുകൊണ്ടും ഇത് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായപ്പോൾ തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവർ ഡിവേഴ്സായിട്ട് പോന്നു. ബാക്കിയുള്ള 80% ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അതിൽ അർത്ഥമില്ല. ഇവർ കുട്ടികളുണ്ടായി പോയതിൻ്റെ പേരിൽ, നാട്ടുകാർ എന്ത് വിചാരിക്കുന്നുള്ളതിൻ്റെ പേരിൽ, സ്വത്ത് ഭാഗം വെക്കേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ പേരിൽ, ഈ കുട്ടിക്ക് ഭാവിയിൽ അച്ഛനും അമ്മയും വേണ്ടേ എന്നുള്ളതിൻ്റെ പേരിലൊക്കെ ജീവിതകാലം മുഴുവൻ അവിടെ സഹിച്ചുകൊണ്ടിരിക്കാം. ഫാമിലി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കലയാണ്, ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നുള്ളത്. ആ കല പഠിപ്പിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മളെ ഇടയിലില്ല. ഒന്നുകിൽ ആ കലയെ പഠിപ്പിക്കണം, ആ മാതൃകകൾ വേണം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. അങ്ങനെ വരുന്നൊരു തലമുറ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന 3-4 കപ്പിൾസിനെ കണ്ടാൽ അവർക്ക് കല്യാണം കഴിക്കണം തോന്നും. പക്ഷെ ചർച്ചകൾ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലി ആണെന്നിരിക്കട്ടെ, എൻ്റെ ഫാമിലിയുടെ ഉള്ളിൽ ആകെ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ ഞാനത് പുറത്തു പറയാൻ ഞാൻ തയ്യാറല്ല. മനുഷ്യൻ മുഖംമൂടിയുള്ള ആളാണല്ലോ. മനുഷ്യന് ഉള്ളിൽ എന്തൊക്കെ പ്രശ്നം അനുഭവിച്ചാലും മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുന്നതാണ്. പക്ഷേ വരുന്നൊരു തലമുറ അങ്ങനെയല്ല. അവർ യഥാർത്ഥത്തിൽ എന്താണോ തുറന്നു കാണിക്കുന്നവരാണ്. വരുന്നൊരു തലമുറ അവരുടെ ചിന്തകൾ ഓപ്പണായിട്ട് പറയുന്നവരാണ്. നമ്മൾ ഉള്ളിൽ ഒരു ചിന്തയും പുറത്ത് അഭിനയിക്കുകയും ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചില ആൾക്കാരെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് വളരെ നല്ല അഭിപ്രായമായിരിക്കും. അയാളുടെ ഭാര്യയോട് സംസാരിച്ച് നോക്കുമ്പോൾ മാത്രം ഇത്രയും വൃത്തിയോട്ടൊരു മനുഷ്യൻ ലോകത്ത് വേറില്ല എന്നുള്ളത് മനസ്സിലാവും. കാരണം അയാൾ വീട്ടിൽ പെരുമാറുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നാട്ടുകാരുടെ പെരുമാറുന്നത്. നാട്ടിൽ അഭിനയിക്കുകയാണ്, വീട്ടിലാണ് യഥാർത്ഥ പ്രകൃതം ഉള്ളത്. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഓരോ മുഖംമൂടികൾ അണിഞ്ഞ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖംമൂടി ഇല്ലാത്ത സമയത്തുള്ള അവരുടെ പ്രകൃതമാണ് യഥാർത്ഥ പ്രകൃതം.